കനത്ത മഴയിലും കൊടുങ്കാറ്റിലും വലഞ്ഞ ഗസ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കാറ്റിലും മഴയിലും ഗസയിലെ ലക്ഷക്കണക്കിന് പലസ്തീനികളുടെ ടെന്റുകൾ തകർന്നടിയുമെന്ന് മുന്നറിയിപ്പ്. അവശ്യവസ്തുക്കൾ ഇസ്രായേൽ ഗസയിലേക്ക് കടത്തിവിടുന്നില്ല. ഗസയിൽ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഇന്ന് മാത്രം 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. MC നാസർ ചെയ്തുകൊണ്ട് MC രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ചകൾ കടക്കുമ്പോഴാണ് വംശഹത്യയ്ക്ക് പിന്നാലെ പ്രകൃതി ദുരന്തം കൂടി ഗസയിൽ വരുന്നത്. വലിയ നാശനഷ്ടമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. വലിയ മഴയും കൊടുങ്കാറ്റുമൊക്കെ ബാധിക്കുന്നുണ്ട് മനുഷ്യരെ. ആദ്യം നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്. ഇതിന് വളരെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയെ കൂടിയാണ് ഗസ ജനത അല്ലെങ്കിൽ ഫലസ്തീൻ ജനത ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 2 വർഷത്തിലധികം നീണ്ട വംശഹത്യ വരുത്തിവെച്ച കെടുതികളും അതിൻ്റെ ഏറ്റവും വലിയ ആഘാതവും അത് മറികടക്കാൻ പോലും സാധിക്കുന്നതിന് മുമ്പാണ് പ്രകൃതിക്ഷോഭത്തെ കൂടി ഈ ജനത ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ബൈറോൺ എന്ന പേരിട്ട ചുഴലിക്കൊടുങ്കാറ്റാണ് വലിയ തോതിൽ ശക്തി ആർജിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയും അതോടൊപ്പം തന്നെ മറ്റന്നാൾ വൈകിട്ട് വരെ ഈ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തി ആർജിക്കും. അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഗസ പ്രദേശം ഉൾപ്പെടെ ഫലസ്തീൻ മേഖലയിൽ രൂപപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇതിനെ നേരിടാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങൾ പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വെടിനിർത്തൽ വേളയിൽ പോലും ആവശ്യത്തിനുള്ള ഉപകരണങ്ങളോ താൽക്കാലിക ടെന്റുകളോ ഈ ജനതയ്ക്ക് നൽകാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ വ്യവസ്ഥകളൊക്കെയും ലംഘിച്ചുകൊണ്ട് ഈ ജനതയെ കടുത്ത പീഡനങ്ങൾക്കും കടുത്ത പരീക്ഷണങ്ങൾക്കും വിട്ടുകൊടുക്കുക എന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള സമീപനം തന്നെയാണ് ഈ ഘട്ടത്തിലും ഇസ്രായേൽ തുടരുന്നത്. പക്ഷേ പല ലോകരാജ്യങ്ങളും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഗസ ജനതയ്ക്ക് ഫലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ സഹായങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നുണ്ട്. UN രക്ഷാസമിതിയും UN പൊതുസഭയും ഇതുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഏറ്റവും കടുത്ത ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ജനത നേരിടാൻ പോകുന്നത്. നാളെയും മറ്റന്നാളും വളരെ നിർണായകമായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ലക്ഷം പേർക്കെങ്കിലും താൽക്കാലികമായിട്ടുള്ള താമസ സംവിധാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം നേരത്തെ യുദ്ധം കഴിഞ്ഞ ആ ഒരു ഘട്ടത്തിൽ വളരെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഒരു അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യം പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഗസ മണ്ണ് തങ്ങൾ വിട്ടുപോകില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ വസ്ത്രങ്ങളിലും മറ്റും താൽക്കാലികമായിട്ട് മറച്ച് കൊണ്ടാണ് ഈ ജനത ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. അവരെയാണ് ഇപ്പോൾ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വലിയ തോതിൽ തന്നെ വെല്ലുവിളിയായിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതിനെ നേരിടാൻ വളരെ പരിമിതമായിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമാണ് തങ്ങളുടെ കൈവശമുള്ളതെന്ന് UN ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ടെന്റുകളും മറ്റ് പ്രതിരോധ ഉപകരണങ്ങളും അടിയന്തരമായിട്ട് ഗസയിലേക്കും മറ്റും എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനമോ നടപടിയോ ഇതുവരെയും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും അടുത്ത 48 മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഗസ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ ജനതയ്ക്ക് ഫലസ്തീൻ പ്രദേശങ്ങൾക്ക് ഏറ്റവും അവസാനമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2ാം ഘട്ട ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പുകൾ വൈറ്റ് ഹൗസിൽ ചർച്ച നടക്കാനിരിക്കുന്നു. നെതന്യാഹു അതായത് ഇസ്രായേൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നത്. ഹമാസിന്റെ പ്രതികരണം എങ്ങനെ വരുന്നു? ലോകരാജ്യങ്ങൾ ആ ചർച്ചയെ എത്രത്തോളം പ്രതീക്ഷയോടെ കാണുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടി. തന്നെ എന്തായാലും 2ാം ഘട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്ന ഒരു ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഉടൻ തന്നെ ഇസ്രായേലിൽ എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫും ജറദ് കുഷ്ണറുമായിരിക്കും ഇസ്രായേലിൽ വീണ്ടും എത്തുക. ഇസ്രായേൽ നേതൃത്വവുമായിട്ട് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഇവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടക്കേണ്ടതുണ്ട്. കാരണം ഒരു
നിലയ്ക്കും ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു താല്പര്യം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവർ പ്രകടിപ്പിച്ചിട്ടില്ല. 29-ന് വൈറ്റ് ഹൗസിൽ ട്രംപുമായി നടക്കുന്ന ആ ചർച്ചയിലൂടെ മാത്രമായിരിക്കും ഇസ്രായേൽ അതിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതേസമയം തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവിറും വ്യക്തമാക്കുന്നത് ഇനിയും ഈ വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകരുത്, എത്രയും പെട്ടെന്ന് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കണമെന്നൊരു കടുത്ത പ്രതികരണമാണ് ഈ രണ്ട് മന്ത്രിമാരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്ക അംഗീകരിക്കുകയില്ല എന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്നറും ഇസ്രായേലിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു കൂടിയാലോചനകളിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് അമേരിക്കൻ നേതൃത്വം പങ്കുവെക്കുന്നത്. അതേസമയം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ട വെടിനിർത്തൽ 2 മാസം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ 738 തവണയാണ് ഈ വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. 360-ലധികം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി, 1000-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ പൂർണ്ണമായിട്ടും പാലിക്കാൻ ഇസ്രായേൽ ഉറപ്പ് നൽകാത്തിടത്തോളം രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഹമാസും കൈക്കൊണ്ടിട്ടുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങളെയും അതോടൊപ്പം തന്നെ അമേരിക്കയെയും മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെടിനിർത്തൽ പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതില്ല എങ്കിൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അപ്രസക്തമാണ്, അത് മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇനി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഇസ്രായേൽ നേതൃത്വവും അമേരിക്കൻ നേതൃത്വവും തമ്മിലുള്ള ചർച്ചയായിരിക്കും. ആ ചർച്ചയിലൂടെ മാത്രമായിരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു മൂർത്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ധന്യ. ശരി, MCA, താങ്ക് യു.